ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാട്ടോ. ഇപ്പോൾ നനച്ചുള്ളിയുടെയൊക്കെ സീസണാണല്ലോ. റമളാന് ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ ഞാൻ സുബീസ്കാരൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയിട്ട് ചായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കുക്കിംഗ് ആദ്യം തന്നെ അങ്ങ് തീർത്ത് വെച്ചു. അപ്പോൾ നനച്ചുള്ളിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യട്ടോ. അപ്പോൾ കുറച്ച് മിക്സർ എടുത്തിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടോ. പിന്നെ ഒന്ന് റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇത് കപ്പയാണ് കേട്ടോ. കപ്പ വെച്ചിട്ട് കപ്പയിലേക്ക് തക്കാളി അതുപോലെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം പാർന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മൾ കിഴങ്ങ് കൊണ്ടൊക്കെ ഒരു സ്റ്റൂ ഉണ്ടാക്കുമല്ലോ, അതേ ഇതാട്ടോ. നല്ല ടേസ്റ്റാണ്. ദോശയ്ക്കൊക്കെ കഴിക്കുക. അപ്പം ഞാനിവിടെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ഇന്ന് നേരത്തെ തന്നെ കഴിച്ചു. കേബേജ് ഉപ്പേരി ഉണ്ടാക്കിയെന്ന് കേട്ടോ. എളുപ്പത്തിലുള്ള ഐറ്റംസ് ആണെന്ന് ഉണ്ടാക്കിയത്. കേബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, അയില. അപ്പോൾ കറി പിന്നെ തലേ ദിവസത്തെ കറി കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇതാ കിച്ചണൊക്കെ ആകെ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആ കിച്ചണത്തെ ജോലി തീർത്ത് മുറ്റൊന്ന് അടിച്ചു വരിട്ട. കാരണം മുറ്റടിച്ചു കോരാത്ത ദിവസമാകും ആരെങ്കിലും വരിക വീട്ടിലേക്ക്. മുറ്റൊക്കെ നമ്മൾ ക്ലിയറാക്കി അടിച്ചു വരിയിട്ട അന്നാരും വരില്ല. ചപ്പൊക്കെ പരന്നെടുക്കണമെങ്കിൽ അന്ന് വരുന്നവരുണ്ടാവും. അപ്പം ഞാൻ പിന്നെ അതവിടെ ചെയ്തു. പിന്നെ റൂമിലേക്ക് വന്ന് ഇന്ന് നനച്ചുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ റൂമിലത്തെ ഒരു കൂടിൻ്റെ അവസ്ഥ ഇത്. കാരണം നനച്ചുള്ളി കഴിഞ്ഞിട്ട് പിറ്റത്തെ ഒരു മാസം മുതൽ താഴത്തുനിന്ന് ഇങ്ങനെ എറിയ മേലേക്ക് ഡ്രസ്സുകൾ പാകമില്ലാത്തതും ഒക്കെ എടുത്തേറി. ഇതുണ്ടോ, കട്ടയൊന്നും പൊട്ടിക്കാത്തതാട്ടോ. ഇത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുക്കുന്നതാണ്. അന്ന് ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരുപാട് സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഞാൻ താഴത്തുനിന്ന് മേലക്കറി അങ്ങനെ എറിഞ്ഞ് പിന്നെ വർഷത്തിലൊരിക്കലുള്ളൊരു കേരളല്ലേ. അപ്പോൾ കൂടൊക്കെ ആകെ മണ്ണും പൊടിയായിരുന്നു കേട്ടോ. ഈ മണ്ണ് വരാൻ അവിടെ കേബിളിൽ നിന്ന് തുളച്ചതാണ് അവർ ആ മണ്ണ്. പിന്നെ സാധനങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തലവേദനിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ പടിഞ്ഞ് പാത്തൊക്കെ ആക്കണം. അപ്പം അങ്ങനെ കൂടിൻ്റെ മുകളൊക്കെ ഒന്ന് അടിച്ചോരി തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുതപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാടുണ്ടായിരുന്നു തിരുമ്പാനും. അപ്പോൾ ഇതൊക്കെ രാവിലെ കിച്ചണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിന് നിൽക്കുകയാണെങ്കിൽ വിഷമം എന്തെങ്കിലും പോയി തന്നാൽ ആകെ കുഴങ്ങും മനുഷ്യൻ നനച്ചുള്ളി ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേനും. അപ്പം ഞാൻ കുക്കിംഗ് ആദ്യം തീർത്ത് വെക്കലാണ്. പിന്നെ കിച്ചണിലേക്ക് കയറണ്ടല്ലോ. അങ്ങനെ ഇതാ പഴയ ഡ്രസ്സുകളൊക്കെ കിട്ടിയ സന്തോഷത്തിലാട്ടോ. കാരണം രണ്ടാമത്തോളത് കുറേ ഞാൻ എടുത്തിട്ടിരുന്നു. ഇപ്പോൾ ഇവൾക്ക് ഭാഗമായിക്കണം. അപ്പോൾ ഇതിൻ്റെ പുതിയണ്ണിൻ്റെ അന്ന് ഇട്ടിനെ നെറ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ ബാഗുകളിലും ഒക്കെ തുണികളും അതും ഇതുമൊക്കെയാണ്. ഇതുണ്ടോ, എടുക്കാത്ത ഡ്രസ്സുകളും ഒക്കെ അന്ന് അങ്ങനെ അങ്ങോട്ട് ഇവിടെ താഴത്തെ അൽമറ ഒഴിവാകാൻ വേണ്ടിയിട്ട് മേലക്കിടും. അങ്ങനെ നിങ്ങളങ്ങനെയൊക്കെ ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കണ്ടോ, കുട്ടികളതാണ്. പക്ഷെ ഇതൊന്നും കേടില്ല, അപ്പോൾ ഒഴിവാക്കാനും തോന്നൂല. ഇപ്പം പിന്നെ ഒരുപാട് പഞ്ചായത്തിൽ കൊണ്ടുപോകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ബാഗുകളൊക്കെ ഒന്ന് കഴുകി അതുപോലെ തലേണയൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കാൻ വെച്ച്. പിന്നെ അത് അൽമറയുടെ മുകളത്തെ സ്ഥിതി കേട്ടോ. മുടി ഇങ്ങോട്ട് പാറിയിട്ട് എങ്ങനെയാണ് ഇത് വന്ന് എനിക്കറിയില്ല. ഈ ഫാൻ്റെ കാറ്റിന് ചിലപ്പം പാറിയതാവും. അപ്പം ഞാൻ അതുപോലെ സ്പോഞ്ചിൻ്റെ പീസ് വെച്ചിട്ടാട്ടോ ക്ലീൻ ആക്കണം. അത് വെച്ച് ക്ലീൻ ആക്കുമ്പല്ലേ നമ്മൾ തുടച്ചെടുത്ത മാതിരി ഇത് കണ്ടോ നല്ലോണം ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെറിയ ചെറിയ പൊടിയടക്കം ഈ സ്പോഞ്ചിൽ പോരുന്നുണ്ട്. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇതാ കണ്ടോ, ചെറിയ ചെറിയ പൊടിയടക്കം ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ടായിരുന്നു ക്ലീനാക്കി എടുത്തിരുന്നത്. പിന്നെ അതാ കമ്പിളി പുതപ്പുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. ഈ വലുതൊന്നും നമുക്ക് നനഞ്ഞാൽ പൊന്തൂല. അപ്പം ഞാൻ അതുപോലെ ചെമ്പട്ടിയിൽ കുറച്ച് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം പാരുന്നിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ ചവിട്ടുമല്ലോ നമ്മൾ കാലുകൊണ്ട്. അങ്ങനെ ചവിട്ടിയിട്ട് ചളി കളഞ്ഞിട്ടാട്ടോ തിരുമ്പൽ. ഇത് നമ്മൾ നാത്തുമാരൊക്കെ വരുമ്പോൾ അവരിങ്ങനെ എടുക്കണതാണ് ഇങ്ങനെ കിടക്കാനൊക്കെ. പിന്നെ നോമ്പല്ലേ, എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ഒന്ന് മുക്കിയിടണ്ടേ. അപ്പം എന്താ സോപ്പും പൊടിയിലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച്
പിന്നെ ഒരു തൊടുവിൽ വെച്ചിട്ടാട്ടോ. എന്നാൽ പിന്നെ വെള്ളം അങ്ങോട്ട് പോയിക്കോളും. മോട്ടർ അടിക്കാൻ പറ്റിയ ഒരു ഇതിൽ. അപ്പോൾ പെണ്ണ് ചാടി കളിക്കാം. അതവിടെ അങ്ങനെ കുതിർത്തിയിട്ടിട്ട് ചളിയൊക്കെ കളഞ്ഞ് പിന്നെ ഇതുപോലെ ഇതുണ്ടോ സ്പോഞ്ചിൽ വൈപ്പറിൽ സ്പോഞ്ച് കെട്ടിക്കാണ്. എന്നാൽ ക്ലീനാക്കാൻ എളുപ്പമാണ്. ജനലിൻ്റെ കമ്പിയൊക്കെ ക്ലീനാക്കാൻ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അത്. അപ്പോൾ ഇതുപോലെ കെട്ടിയാൽ നല്ലോണം നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ വലിയൊരു കയ്യിനൊന്നും ഒരു വേദനയും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ പെയിൻ്റ് ഇളക്കി കേട്ടോ ജനലിൻ്റെയൊക്കെ. അപ്പം അതങ്ങനെ അതൊക്കെ തുടച്ചെടുത്ത് ഒരു റൂമിൻ്റെയിലും കഴിഞ്ഞ ആശ്വാസമാവുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പെര മൊത്തം കുളിപ്പിക്കണമല്ലോ. ആ കൂട്ടത്തിൽ ഏസിനെയും കൂടി ഒന്നത് ഇതാക്കി ഒന്ന് തുടച്ചെടുത്തിട്ടോ. അങ്ങനെ വൈപ്പറിൽ സ്പോഞ്ച് ഇട്ടിട്ട് തന്നെയാണ് അതും ചെയ്ത്. ഈ പ്രാവശ്യത്തത് ആകെ സ്പോഞ്ച് കൊണ്ടുള്ളൊരു അമ്മാനക്കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വൈകുന്നേരമായി ഏകദേശം ഒക്കെ ഒന്ന് ഒതുങ്ങി എത്തിയപ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ അടിച്ചോരി വൈകുന്നേരം ആയിക്കണമൊക്കെ പാടം തട്ടിക്കൊട്ടി അടിച്ചോരി വന്ന് വേണ്ടാത്തതൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇട്ട്. ഇതിൽ ആകെ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടുള്ളൂ. ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിക്കണം ടൈം. ഞാനിവിടെ അടിച്ചു വരുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച സമാധാനത്തിലിരിക്കാമല്ലോ വെച്ചിട്ടേ അങ്ങനെ തുടക്കാൻ പോവാണ്. തുടക്കാൻ പോകുമ്പോൾ ഈ സെബീന പൗഡർ ഉണ്ടല്ലോ, അത് വാങ്ങലുണ്ട് ഞങ്ങൾ. എല്ലാം ക്ലീൻ ആവും കേട്ടോ. നിലമൊക്കെ നല്ലോണം ക്ലീൻ ആവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് തുടച്ചെടുത്ത് നിലമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തുടവ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിട്ടോ. അങ്ങനെ തുടക്കൽ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടോ വല്ലാണ്ട് വിശന്നിരുന്നു. അപ്പോൾ രാവിലത്തെ കപ്പക്കൂട്ട ഉണ്ടായിരുന്നു, കേബേജ് ഉപ്പേരി, മീൻ പൊരിച്ചിരുന്നു കേട്ടോ. പിന്നെ മുളകും പൊരിച്ചിരുന്നു. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയിലൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു പാൽ ചായ ഉണ്ടാക്കി. ഞാൻ ആകെ കുഴങ്ങി മറിഞ്ഞിന്ന്. നനച്ചുള്ളി പറഞ്ഞാൽ തന്നെ ഒരു ഇതല്ലേ. അങ്ങനെ ചായ ഉണ്ടാക്കി. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കേണ്ട വിചാരിച്ച് ഞാൻ മക്രോണി ഉണ്ടായി. അപ്പോൾ മക്രോണിയൊക്കെ ഒന്ന് വേവിച്ചിട്ട് മക്രോണി എഗ്ഗൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊക്കെ നനച്ചുള്ളി കഴിഞ്ഞോന്നൊന്ന് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.